ഷബാനാസ് കിച്ചണിലേക്ക് എല്ലാവരും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ റെസിപ്പി പപ്പായ വെച്ചിട്ടാണ്. പപ്പായ കൊണ്ടൊരു തോരനും അതുപോലെ പപ്പായ വെച്ചിട്ടൊരു കറിയാണ്. രണ്ട് റെസിപ്പിയും വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലത്തെ ഒരു പപ്പായാണ് എനിക്ക് കിട്ടിയത്. നാടൻ പപ്പായാണ്. പകുതി പപ്പായ എടുത്തിട്ട് തോരനും വെച്ചു, പകുതി പപ്പായ എടുത്ത് കറിയും വെച്ചു കേട്ടോ. അപ്പോൾ നല്ല ഇതേപോലെ കാമ്പുള്ള പപ്പായാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ പകുതി മാറ്റി വെച്ചിട്ടുണ്ട്. പപ്പായയും ബീഫും കൂട്ടിയിട്ടാണ് ഞാൻ കറി വെക്കാൻ പോണത്. 1/2 കിലോ ബീഫ് ഇതേപോലെ നെയ്യോട് കൂടി കിട്ടിയിട്ടുണ്ട്. പകുതി പപ്പായ ഞാൻ ഇതേപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കാബേജിനൊക്കെ അരിഞ്ഞെടുക്കണ പോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പകുതി പപ്പായ ഞാൻ ഇതേപോലെ സ്ക്വയറായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് തോരൻ എങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം. അതിനുവേണ്ടി ഞാൻ 1/2 മൂടി തേങ്ങ ചുരണ്ടി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ എന്നളവിൽ ജീരകവും 1/4 ടീസ്പൂൺ എന്നളവിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ടും ചതച്ചെടുക്കുക. അരച്ചെടുക്കല്ല, ചതച്ചെടുക്കുക. മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിയതിന് ശേഷം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. 1/4 ടീസ്പൂൺ എന്നളവിൽ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചതച്ചെടുത്ത തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഗ്രേറ്റ് ചെയ്ത പപ്പായ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഉപ്പിട്ടതിന് ശേഷം ഇളക്കി കൊടുക്കുക. ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ മൂടി വെച്ച് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കുക. വെള്ളം ചേർക്കാത്തതുകൊണ്ട് അടിപിടിക്കാതെ നോക്കി വേവിച്ചെടുക്കുക. കറി ഇനി എങ്ങനെ തയ്യാറാക്കി എടുക്കാൻ നോക്കാം. അതിനുവേണ്ടി 1/2 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് കുക്കറിലിട്ടിട്ട് ഉപ്പിട്ട് വേവിച്ചെടുക്കുക. ബീഫ് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കൊരു മസാലക്കൂട്ട് തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനൊരു മൺചട്ടി എടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ എന്നളവിൽ 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു സവാള എടുത്തിട്ടുണ്ട്. വളരെ തിന്നായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. 5 അല്ലി വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത്. ഇനി പച്ചമണം പോണ വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുത്ത് നല്ലപോലെ വഴറ്റിയെടുക്കുക. 1/2 ടീസ്പൂൺ എന്നളവിൽ ഗരം മസാല പൗഡറും 1/2 ടീസ്പൂൺ എന്നളവിൽ കുരുമുളക് പൊടിയും കൂടി ചേർത്തി കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ എന്നളവിൽ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ എന്നളവിൽ മുളക് പൊടിയും ചേർത്തി കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ എന്നളവിൽ മല്ലിപ്പൊടിയും ചേർത്തി കൊടുക്കുന്നുണ്ട്. 2-3 മിനിറ്റ് നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച പപ്പായ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് വീണ്ടും മസാലയൊക്കെ ഒന്ന് പിടിക്കണ പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. കുറച്ച് ഉപ്പ് ചേർത്തി കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ ബീഫിലും കൂടി ഉപ്പിട്ടതാണല്ലോ, അതുകൊണ്ട് അത് നോക്കിയതിന് ശേഷം വീണ്ടും ഉപ്പിട്ട് കൊടുത്താൽ മതി. ബീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ഗ്ലാസ് എന്ന അളവിലാണ് വെള്ളം ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. കുറുകിയ രീതിയിലുള്ളൊരു കറിയാണ് നമുക്ക് തയ്യാറാക്കേണ്ടത്. പൊടി വെച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കുക. പപ്പായൊക്കെ ഉടയാത്ത രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 മൂടി തേങ്ങ അരച്ചതും കൂടി ഒഴിച്ചു കൊടുക്കുക. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം 2-3 മിനിറ്റ് ഒന്ന് തിള വരുന്ന വരെ മൂടി വെച്ചതിന് ശേഷം നമ്മുടെ കറി ഇറക്കി വെക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള തോരനും റെഡി ആയിട്ടുണ്ട്. നമ്മൾ ബീഫും പപ്പായ ഇട്ട് വെച്ച കറിയും റെഡി ആയിട്ടുണ്ട്. ഈ 2 റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഈ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോസുമായിട്ട് വരാം.